ഹലോ, ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ബീൻസും തൈരും കൂടെ വെച്ചിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണേ. അപ്പോൾ ഇത് ശരിക്കും ഡിന്നറിനും ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പമൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന കറിയാട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് ബീൻസ് ആവശ്യമായിട്ടുണ്ട്. പിന്നെ വേണ്ട സവാളയാണ് കേട്ടോ. സവാള 2-3 അല്ലി വെളുത്തുള്ളി ആവശ്യമായിട്ടുണ്ട്. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, പിന്നെ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത 2 ഐറ്റംസാണ് നമ്മുടെ പുതിനയിലയും മല്ലിയിലയും. ഇതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ശരിക്കും ഈ കറിയുടെ ടേസ്റ്റും അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ 2 ഐറ്റംസാണേ. അപ്പോൾ ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചതിന് ശേഷം നമ്മളൊരു പാൻ ചൂടാക്കി സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്തതിന് ശേഷം ഒരല്പം ഗരം മസാലയും ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള കൂട്ടുണ്ടല്ലോ, ഇനി വേറെ വെള്ളമൊന്നും ചേർക്കരുത്. ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. ഈ കൂട്ട് നമ്മൾ അങ്ങനെയും ചേർത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. കുറുകി വന്നതിന് ശേഷം ഇതിലേക്ക് വേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരല്പം മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ പ്രധാനമായിട്ട് വേണ്ടതാണ് നല്ല ജീരകത്തിൻ്റെ പൊടി. ശരിക്കും ഇത് നോർത്ത് ഇന്ത്യൻ കറിയുടെ ടേസ്റ്റ് തരും കേട്ടോ. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത്. അപ്പോൾ അതിന് ശേഷം ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ബീൻസ് ഇത് വേവിക്കുകയോ അല്ലെങ്കിൽ അല്ലാതെ നമുക്ക് ചേർക്കാം കേട്ടോ. ബീൻസ് ഞാനിവിടെ വേവിച്ചിട്ടില്ല, ഞാൻ അല്ലാണ്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയും പുളിയില്ലാത്ത കട്ടിയുള്ള തൈര്. ഏകദേശം നമ്മുടെ കറി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം കറിവേപ്പില കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ചപ്പാത്തിയോടൊപ്പം ചോറിനോടൊപ്പം ഒക്കെ സെർവ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.